Hi all. But NABARD Office Attendant notification and Karyangalokano, and I prepare in the Ribad Udyogarthi and Dao, when you course, other might take a benta corche helping at La Karangalan and Namli Video could paranate upon them. Padre 24/7 Malayalam, NABARD Office Attendant in the Putia batch, October Masam, Idipati Nalanti, the Arabicana. Number classical Katane live Patat recorded video, mock test, revision and mentor support okunda. Other open the discount so course purchase and Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ 219 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു നബാർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം നടക്കാൻ പോകുന്നത് നവംബർ മാസം 21-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ 18 ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പഠിക്കാനെന്നല്ല റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാം. പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് പഠിച്ചാൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പല ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അതായത് ഇതിൽ തന്നെ നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മളോട് ഇതിന്റെ സിലബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റീസണിങ്ങിന്റെ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ജനറൽ അവയർനെസ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. സോ 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. CBT അതായത് നമ്മൾ ടാർ 1 എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്ന ടൈമിൽ ഉണ്ടായിരുന്നു SSLC ആണ് ക്വാളിഫിക്കേഷൻ. സോ അതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. അങ്ങ് വലിയ സ്റ്റാൻഡേർഡിലുള്ള ചോദ്യം എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഒരുപാട് താണും പോയില്ല കേട്ടോ. ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ റീസണിങ്, മാത്സ് ഈ രണ്ട് ഏരിയാസ് 60 മാർക്ക്, അതായത് എല്ലാം കറക്റ്റ് വെയിറ്റേജ് ആണ്. 30 മാർക്കാണ്. സോ ടോട്ടൽ 120 മാർക്ക് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ SSC പോലുള്ള എക്സാമുകൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ആണ്. പിന്നെ റെയിൽവേ എക്സാമിനെ ബന്ധപ്പെട്ടിട്ടൊരു മാറ്റമുള്ളത് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട് 30 ക്വസ്റ്റ്യൻസും 30 മാർക്കും ആയിട്ട്. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ, അതായത് ഈ വരുന്ന ഒരു മാസം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ ഈ പരീക്ഷയ്ക്കായിട്ട് അതായത് ഡെയിലി ഒരു 3-4 അവേഴ്സ് നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഓഫീസ് അറ്റൻഡന്റ് അല്ലേ, ജോലി അങ്ങനെയല്ല, നല്ല അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ ആക്റ്റീവായിട്ട് തന്നെ തുടങ്ങുന്ന അതേ എനർജി എക്സാം 21-ാം തീയതിയാണ്. നമ്മുടെ കേരളത്തിലും എക്സാം സെന്റേഴ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ അതെല്ലാം പറയുന്നുണ്ട്. സോ ആ ഒരു എക്സാം എഴുതുന്നതും വരെ അതേ ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ NABARD 24/7 മലയാളം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിൽ എന്തൊക്കെയാണ് നമ്മൾ തരുന്നത് അതൊക്കെ നമുക്ക് ഇതിന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. നേരെ ചെന്നിട്ട് NABARD 24/7 മലയാളം ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. NABARD 24/7 മലയാളം ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിങ്ക് പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ്. അപ്പൊ അവിടെ ആ പ്രോഡക്റ്റ് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പൊ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും വരും. അപ്പൊ നമുക്ക് നബാർഡിന്റെ ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു ബാച്ച് കാണാൻ പറ്റും. NABARD ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു ബാച്ച് കാണാൻ പറ്റും. ദാ നോക്കിക്കോളൂ. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. അപ്പൊ നമ്മുടെ ബാച്ചുകളൊക്കെ ലൈവ് ആണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ, മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ബൈ നൗ കൊടുക്കുക. അപ്പൊ ബാച്ച് വന്നു. അപ്പൊ ഈ ബാച്ചിൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിലുടനെ തന്നെ ടെസ്റ്റ് സീരീസും ഈ ബുക്കുകളും ഒക്കെ ആഡ് ആവും. ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ NABARD 24/7 മലയാളം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക്. ഇവിടെ നിങ്ങൾക്ക് NABARD ഓഫീസ് അറ്റൻഡന്റിന്റെ ബാച്ച് ലൈവ് സെയിം ടൈം റെക്കോർഡഡ്, അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഉണ്ട്. ഇപ്പൊ NABARD OA ക്രാഷ് ബാച്ച് ഒന്ന് കൊടുക്കുക. അവിടെ ഇത്
സ്റ്റോറിൽ എന്തോ ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ ഒരു ബൈ യെസ് വന്നു, ഇവിടെ ഒരു ബൈ നൗ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടേക്ക് നിങ്ങളോട് ഇവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. അവിടെ Y362 Y362 എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുക. അപ്പൊ 1073 രൂപയാണ് കോഴ്സ് ഫീ. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും. മൂന്നാമത് പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ പർച്ചേസ് ചെയ്ത കോഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുക. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത് നമുക്ക് സ്റ്റേറ്റ് എക്സാം ഉണ്ട്. ഈ സ്റ്റേറ്റ് എക്സാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള വരും. കേരളയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ ചോദിക്കും. അതൊക്കെ കൊടുത്തിട്ട് മൈ കോണ്ടന്റിൽ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും. കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാൻ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.